നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഈ വീട്ടിൽ വെച്ച് എന്നെ കൊല്ലാൻ ശ്രമിച്ച ഒരുത്തന്റെ അനുജത്തിയെ അവന്റെ അറസ്റ്റിന് ശേഷവും ഇവിടുത്തെ സുഖ സൗകര്യങ്ങൾ ഒരുക്കി താമസിപ്പിക്കാൻ ഒരുങ്ങുന്നതിന്റെ വ്യക്തമായ കാരണം എന്താണെന്ന് എനിക്ക് അറിയണം. അതിനുശേഷം ആലോചിക്കാം നിങ്ങളുടെയൊക്കെ ആഗ്രഹം നടത്തണോ വേണ്ടയോ എന്ന്. ഇതേ ധിക്കാരമോ വിദ്വേഷമോ കൊണ്ട് പറയുന്ന അല്ലമ്മേ, എന്റെ ഗതികേട് കൊണ്ട് പറഞ്ഞു പോകുന്നത്. അമ്മ എന്നോട് ക്ഷമിക്ക. എന്താ ജാസ്മിൻ, പൊന്നാങ്ങള ഇരുമ്പഴിക്കുള്ളിലായതിനു ശേഷം നീ ഭക്തിമാർഗം സ്വീകരിച്ചോ? എന്താ ഇതിനു പിന്നിലെ ഉദ്ദേശം? പാർവതി, ആക്ഷേപിക്കുകയും അവഹേളിക്കുകയും ഒക്കെ ആവാം, പക്ഷെ വാക്കുകൾ കൊണ്ട് മനസ്സിനെ മുറിവേൽപ്പിക്കരുത്. നീയും ഞാനും കണ്ടുമുട്ടിയ അന്നു മുതൽ നിന്റെ വാക്കുകളുടെ മുറിവിന്റെ നീറ്റൽ അനുഭവിക്കുന്നവളാ ഞാൻ. എന്റെ അടുത്ത് നീ മുറിവിന്റെ വേദനയെ കുറിച്ച് സംസാരിക്കുന്നോ? എന്റെ വാക്കുകൾ എന്നാ നിന്നെ മുറിവേൽപ്പിച്ചിട്ടുള്ളത്? നിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാവുന്നൊരവസ്ഥയിലല്ല ഞാനിപ്പോ. തെരുവിലോ മഞ്ഞും മഴയും ഏൽക്കാത്ത തണലിലോ കഴിയുന്ന ഒരു അനാഥയുടെ അവസ്ഥയാ എനിക്കിപ്പോ ഉള്ളത്. നിന്ന് തിരിയാൻ സ്ഥലമില്ലാത്ത ആ ഔട്ട് ഹൗസിന്റെ 4 ചുവരുകൾക്കുള്ളിൽ ജതിൻ പോയതോടെ ഭയന്ന് വിറച്ച് കഴിയുക ഞാൻ. ഭയോ? നിനക്കോ? അങ്ങനെയൊന്നും അല്ലല്ലോ നീ പറഞ്ഞു പരത്തിയത്. ജാസ്മിനെ പേടിപ്പിക്കാൻ ആരും നോക്കണ്ട, തീയിൽ കുരുത്തതാണ് എന്നൊക്കെയല്ലേ നീ അന്ന് പറഞ്ഞത്? പാർവതി, നീ എന്നെ കൂടുതൽ വേദനിപ്പിക്കരുത്. ഏട്ടൻ ജയിലിലായതോടെ തികച്ചും ഞാൻ ഒറ്റപ്പെട്ടുപോയി. ഞാൻ കാരണമാണ് ഏട്ടൻ ജയിലിൽ പോയതെന്നാ എന്റെ പപ്പ കൂടി പറയുന്നത്. അത് സത്യമല്ലേ? നാളുകളായി കണക്ക് കൂട്ടി നിന്റെ മനസ്സിൽ അല്ലെങ്കിൽ നിന്റെ വക്രബുദ്ധിയിൽ ഉദിച്ച കുറ്റകൃത്യം പെട്ടെന്നൊരു നിമിഷം നീ തന്നെ നിന്റെ സഹോദരനിൽ പരസ്യമായി അടിച്ചേൽപ്പിക്കുകയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞ നിനക്ക് നിഷേധിക്കാൻ പറ്റോ? അയ്യോ, അതൊന്നും അല്ല സത്യം. എന്തായാലും പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോ മറച്ചു വെച്ചിരുന്ന സത്യമാ അവൻ തുറന്നു പറഞ്ഞത്. ഞാൻ വിശാലിനോടും നിന്നോടും അല്ല പാർവതിയോടും മാപ്പ് ചോദിച്ചില്ലേ? അതെന്തിനാ? കുറ്റബോധം. സത്യമായിട്ടും ഞാനിതൊന്നും അറിഞ്ഞ കാര്യങ്ങളല്ല പാർവതി. നീ എന്റെ മുന്നിൽ ഇത്രയൊക്കെ പറഞ്ഞ് കാട് കയറണമെങ്കിൽ നീ മറ്റെന്തോ ലക്ഷ്യം വെച്ചിട്ടുണ്ട് ജാസ്മിൻ. അതെന്തായാലും മറ്റാരുടെയും നന്മയ്ക്കാവില്ല, മറിച്ച് നിന്റെ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി മാത്രമായിരിക്കും. ഞാനൊന്ന് ചോദിച്ചോട്ടെ ജാസ്മിൻ, നിനക്ക് നിന്നെ തന്നെയെങ്കിലും വിശ്വാസമുണ്ടോ? ഞാൻ എന്ത് പറഞ്ഞാലും പാർവതി വിശ്വസിക്കില്ലെന്ന് എനിക്കറിയാം. ഞാൻ ആന്റിയോടൊരു കാര്യം പറഞ്ഞായിരുന്നു. അത് പാർവതി അറിഞ്ഞോന്ന് എനിക്കറിയില്ല. അറിഞ്ഞു. അമ്മ എന്നോട് പറഞ്ഞതും നീ ഇപ്പൊ പറഞ്ഞു വന്നതും ഒരേ കാര്യമാണെന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട ജാസ്മിൻ. അതിനൊറ്റ ഉത്തരേ ഉള്ളൂ. ഞാനല്ല നിന്നെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടത്, ഗാർഗിയ. അവള് സമ്മതിക്കണം, വിശാൽ സാറും സമ്മതിക്കണം. ആദ്യം അവരുടെ സമ്മതം പോയി വാങ്ങൂ, എന്നിട്ട് ആലോചിക്കാം എന്ത് വേണോന്ന്. എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം. ഒരു ഉപകാരം മാത്രം ചെയ്താൽ മതി സർ. ഞാൻ ഇനി തിരിച്ചു വരുമ്പോ ഈ സെല്ല് തന്നെ എനിക്ക് തിരികെ തരുമോ? ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് നിന്നെ പുറത്തിറക്കാൻ ശ്രമിച്ചത് പിന്നെ ഇവിടെ വരാനല്ല ശേഖർ. നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ലാത്തതെല്ലാം സംഭവിച്ചു.
അത് തലയിലെഴുത്താണെന്ന് വിചാരിച്ച് എല്ലാം മറക്കാൻ നോക്ക്. എന്നിട്ട് നീ ഒരു പുതിയ ജീവിതം ആരംഭിക്ക. ഓൾ ദി ബെസ്റ്റ്. ശേഖർ, നിന്റെ ഈ അവസ്ഥയ്ക്ക് പിന്നിൽ നിന്റെ ഭാര്യയാണെന്ന് നീ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടല്ലോ. എന്താ നിന്റെ ഭാര്യയുടെ പേര്? പ്രഭ. പ്രഭാവതി. എന്നെ തകർക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണല്ലേ? ഇല്ല, ഈ പ്രഭാവതി ഒരിക്കലും തകരില്ല. എന്ത് ലക്ഷ്യത്തോടെയാണോ ഞാൻ നിന്നെ ഇല്ലാതാക്കിയത്, ആ ലക്ഷ്യസ്ഥാനത്ത് തന്നെ ഞാൻ എത്തുകയും ചെയ്യും. അതിനു വേണ്ടി എന്റെ മുമ്പിൽ തടസ്സമായി വരുന്ന എന്തിനേയും ഞാൻ വെട്ടിമാറ്റും. പ്രഭാവതി തീരുമാനിച്ചാൽ ആ തീരുമാനം അവസാനത്തേതായിരിക്കും. ഇതെന്താ പതിവില്ലാത്തൊരു കാഴ്ച? കുമ്പസാരാണോ? ഇതുവരെ ചെയ്ത തെറ്റുകളെല്ലാം ചേർത്തൊരു മാപ്പ് പറച്ചില്. ആ അടുക്കളക്കാരിയുടെ ചൂരൽ കഷായം കുടിച്ച് ഇവരുടെ മുമ്പിൽ വന്ന് വീണപ്പോ ചേച്ചിക്ക് ബോധോദയുണ്ടായ? ചേച്ചിക്ക് ഇതെന്താ പറ്റിയത്? കുമ്പസാരവും മാപ്പ് പറച്ചിലും ഒന്നും അല്ല പ്രതാപ. ചില തീരുമാനങ്ങൾ ഉടനെ എടുത്തേ പറ്റൂ. കഴിഞ്ഞ കുറെ ദിവസമായി ഈ ഗായത്രി കാരണം എനിക്ക് ഉറങ്ങാനേ കഴിയുന്നില്ല. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, ഇവളെ കുറിച്ചുള്ള ചിന്തകൾ എന്നെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്നു. ഗായത്രിയോട് നമ്മൾ ചെയ്തിട്ടുള്ള ദ്രോഹങ്ങൾ ഓരോന്നോരോന്നായിട്ട് മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. അതിനുള്ള പരിഹാരമാണ് കണ്ടെത്തേണ്ടത്. പെട്ടെന്നൊരു പരിഹാര മാർഗം എന്നൊക്കെ പറഞ്ഞാ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമോ? ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാ പറ്റില്ല എന്നുള്ള അർത്ഥത്തിലല്ല ചേച്ചി, മറിച്ച് എവിടെ നിന്ന് തുടങ്ങണമെന്നൊരു കൺഫ്യൂഷൻ. ഒന്ന് തുടങ്ങിക്കിട്ടിയ പിന്നെ കാര്യങ്ങൾ ശാറപറയേന്ന് നടക്കും. ഗായത്രിയോട് ചെയ്യാൻ തുടങ്ങിയ ദ്രോഹത്തിൽ നിന്നാണല്ലോ എല്ലാത്തിന്റെയും തുടക്കം. അന്നു മുതൽ ഇന്ന് വരെ ചെയ്യുന്ന ദ്രോഹങ്ങൾക്ക് ഒരു കുറവും വന്നിട്ടില്ല. ദ്രോഹങ്ങളുടെയും പരാജയങ്ങളുടെയും ആകെ തുക ഇപ്പൊ തുല്യവുമാണ്. ഓ, അതായത് വിജയം പ്ലസ് പരാജയം സമം 0. ഇതാണ് ഞാനും മാത്തമാറ്റിക്സും തമ്മിൽ ചേരാത്തത് അല്ലേ ചേച്ചി? നമ്മൾ ഗായത്രിക്ക് എത്രയോ ദ്രോഹങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിലേത് ദ്രോഹത്തെക്കുറിച്ചാ ഇപ്പൊ ചേച്ചിക്ക് ടെൻഷൻ? നിനക്ക് ഓർമ്മയുണ്ടോ പ്രതാപ, ഗായത്രിയുടെ കള്ള ഒപ്പിട്ട് നീ 50 ലക്ഷം രൂപ എഴുതിയെടുക്കാൻ ശ്രമിച്ച കാര്യം? ഞാൻ ആയിരക്കണക്കിന് കള്ളത്തരങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് മാത്രം ഒരിക്കലും മറക്കില്ലേ ചേച്ചി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.